സോ ഹലോ ഗൈസ്. സോ നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തേക്ക് കിടക്കാം. സോ സെക്കൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുകയാണെങ്കിൽ സാം ഈസ് മേക്കിംഗ് എ ഫോറസ്റ്റ് വിഷ്വലൈസർ ആൻഡ് എൻ ഡൈമെൻഷണൽ ഫോറസ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ പാറ്റേൺ ഓഫ് സൈസ് എൻ ഇൻറ്റു എൻ ഫിൽഡ് വിത്ത് സ്റ്റാർസ്. ഓക്കെ, അതായത് ഒരു എൻ ഡൈമെൻഷണൽ മെട്രിക്സ് ഉണ്ട്, അത് ഫുള്ള് സ്റ്റാർ വെച്ച് ഫിൽ ചെയ്തേക്കാണ്. ആൻഡ് എൻ ബൈ 2 ഡൈമെൻഷണൽ ഫോറസ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ലോവർ ട്രയാങ്കിൾ ഓഫ് ദ പാറ്റേൺ ഫിൽഡ് വിത്ത് സ്റ്റാർ. ഫോർ എവറി വാല്യൂ ഓഫ് എൻ ഹെൽപ്പ് സാം ടു പ്രിന്റ് ദ കറസ്പോണ്ടിങ് എൻ ബൈ 2 ഡൈമെൻഷണൽ ഫോറസ്റ്റ്. സോ ബേസിക്കലി അവർ പറയുന്നത് ഒരു മാട്രിക്സിൻ്റെ ലോവർ ട്രയാങ്കിൾ മാത്രം സ്റ്റാർസ് വെച്ച് ഫിൽ ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ടാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇൻപുട്ട് എൻ ആണെങ്കിൽ 3 റോ പ്രിൻറ്റ് ചെയ്യണം. ആ 3 റോയുടെ ഒരു മാട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലോവർ ട്രയാങ്കിൾ മാത്രം പ്രിൻറ്റ് ചെയ്യണം. ഇതൊന്നുമില്ല, ഒരു ലോജിക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യത്തെ റോ ആണെങ്കിൽ 1 സ്റ്റാർ, രണ്ടാമത്തെ റോ ആണെങ്കിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ റോ ആണെങ്കിൽ 3 സ്റ്റാർ. ഇതാണ് നമുക്ക് എത്തിക്കേണ്ടതേ ഉള്ളത്. സോ അപ്പോൾ 3 3 റോ പ്രിൻറ്റ് ചെയ്യണം. 3 എന്നിൻ്റെ ഇൻപുട്ടെങ്കിൽ 3 റോ പ്രിൻറ്റ് ചെയ്യണം. 4 എന്നിൻ്റെ ഇൻപുട്ടെങ്കിൽ 4 റോ കറസ്പോണ്ടിങ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ലോജിക് പാർട്ടിലേക്ക് കിടക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. സോ ലോജിക് പാർട്ടിലേക്ക് കിടക്കാം. ലോജിക് പാർട്ടിനകത്ത് പ്രോബ്ലം ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ n = 3 ആണെങ്കിൽ നമുക്ക് ബേസിക്കലി ഇങ്ങനൊരു പാറ്റേൺ ആണ് വരേണ്ടത്, അല്ലേ? സോ കുറച്ചും കൂടി ഒബ്സർവൻസ് നടത്തിയാൽ നമുക്ക് ആദ്യത്തെ റോവിനകത്ത് 1 സ്റ്റാർ, രണ്ടാമത്തെ റോവിനകത്ത് 2 സ്റ്റാർ, മൂന്നാമത്തെ റോവിനകത്ത് 3 സ്റ്റാർ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്കിപ്പോൾ ഒരു നമ്പർ ഓഫ് സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യാനുള്ള ഫോർ ലൂപ്പ് ബേസിക്കലി ഫോർ ഇൻറ്റ് i = 1. ഞാൻ 1 ആണ് ഉപയോഗിക്കുന്നത്. i <= n ആൻഡ് i++. ഓക്കെ, ഇത് ബേസിക്കലി ഈ ഒരു ഫോർ ലൂപ്പ് ഇതിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് കൂടി ഇട്ടാൽ ഓക്കെ. ഈ ഒരു ഫോർ ലൂപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ n നമ്പർ ഓഫ് സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യും. നേരത്തെ ഞാൻ 0 ആണ് ഉപയോഗിച്ചത്. 0 ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഈക്വൽ ടു വരത്തില്ല, 1 ഉപയോഗിക്കുന്നതുകൊണ്ട് ഈക്വൽ ടു വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം അതിൻ്റെ വാല്യൂ 1 ആവും, എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് കിട്ടിക്കോ, അതിൻ്റെ വാല്യൂ 1 ആവും, അതിൻ്റെ വാല്യൂ 1 ആവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടീഷൻ i<3 ആണോ നോക്കും. i<3 ആണ്, അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. പിന്നെ i ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്യും, അപ്പോൾ അതിൻ്റെ വാല്യൂ 2 ആയി മാറും. 2<3 ആണോ നോക്കും, അതെ, അതുകൊണ്ട് ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് i ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ നടത്തും, എന്നിട്ട് അതിൻ്റെ വാല്യൂ 3 ആവും. 3 = 3 ആണ്, അതായത് i = n ആണ്, അതുകൊണ്ട് ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. ഇതും ഈ ഒരു ഫോർ ലൂപ്പും രണ്ടും സെയിം തന്നെയാണ്, ബട്ട് ജസ്റ്റ് കണ്ടീഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. സോ ബേസിക്കലി ഞാൻ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിലിറ്റിക്കാണ് ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കണത് ഇങ്ങനെ. സോ അപ്പോൾ ഈ 2 ഫോർ ലൂപ്പ് എന്താ ചെയ്യുന്നത്, n നമ്പർ ഓഫ് സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യും. സോ നമുക്കിപ്പോൾ ആദ്യത്തെ റോവിനകത്ത് 1 സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം, രണ്ടാമത്തെ റോവിനകത്ത് 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. സോ ബേസിക്കലി ഞാൻ ഈ n മാറ്റിയിട്ട് റോയുടെ എന്താണോ കൗണ്ട് അതങ്ങോട്ട് ആക്കിയാൽ പോരെ. അതായത് ഇപ്പോൾ എന്നിന് പകരം ആദ്യത്തെ റോ ആണെന്ന് അറിഞ്ഞാൽ എനിക്ക് അത്രയും നമ്പർ ഓഫ് കണ്ടീഷൻസ് മാറ്റിയാൽ പോരെ. അതായത് സപ്പോസ് ഇപ്പോൾ ഞാൻ ഈ എന്നിന് പകരം 1 കൊടുത്താൽ 1 സ്റ്റാറിലേ പ്രിൻ്റ് ആകത്തുള്ളൂ, എന്നിട്ട് 2 കൊടുത്താൽ 2 സ്റ്റാറിലേ പ്രിൻ്റ് ആവുള്ളൂ, 3 കൊടുത്താൽ 3 സ്റ്റാറിലേ പ്രിൻ്റ് ആകത്തുള്ളൂ. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചിങ് വാല്യൂ ആണ് എനിക്കിവിടെ വരേണ്ടത് ഈ ഫോർ ലൂപ്പിൽ. അതായത് സ്റ്റാർ പ്രിൻ്റ് ചെയ്യണ ഫോർ ലൂപ്പിൽ ഒരു ചേഞ്ചിങ് വാല്യൂ ആണ് വരേണ്ടത്. അതായത് ചേഞ്ചിങ് വാല്യൂസ് ബേസിക്കലി നമ്മുടെ റോയിൻ്റെ വാല്യൂ ആണ് വരേണ്ടത്. സോ എന്തായിരിക്കും ഇവിടെ വരേണ്ടത്, ഇവിടെ ബേസിക്കലി j, അതായത് ഇതിൻ്റെ റോ നോക്കുന്ന ഫോർ ലൂപ്പിൻ്റെ വേരിയബിളാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഞാൻ ഫുൾ കോഡ് എഴുതുമ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ജെയുടെ ഫോർ ലൂപ്പ് ആയിരിക്കും. j = 1, j <= n, j++. അതിൻ്റെ ഉള്ളിൽ ഫോർ i = 1, ഇത് i ആണ്, i <= j++. അതിൻ്റെ ഉള്ളിലൊരു പ്രിൻ്റ് സ്റ്റാർ കൊടുക്കും. പിന്നെ പുറത്തൊരു പ്രിൻ്റ് കൂടി കൊടുക്കണം പുതിയ ലൈനിലേക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ കോഡ് എന്താണെന്ന് വെച്ചാൽ, സോ ഇവിടെ എന്താ നടക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ ആദ്യം നമുക്ക് വാല്യൂ സെപ്പറേറ്റ് ആക്കാം. ജെൻ്റെ വാല്യൂ 1 ആയിരിക്കും, ഐൻ്റെ വാല്യൂ 1 ആയിരിക്കും, എന്നിൻ്റെ വാല്യൂ സപ്പോസ് 3 ആണെന്ന് കരുതിക്കോ. 3. ആദ്യം ജെയിൻ്റെ വാല്യൂ 1 ആണ്. സോ ലെറ്റ് സി j > n ആണോ നോക്കും. j > n ആണോ നോക്കും. യെസ്, j <= 3. സോ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടക്കും. സോ മൈൻഡ് ദാറ്റ് ഈ ജെയിൻ്റെ ഫോർ ലൂപ്പാണ് നമ്പർ ഓഫ് റോസ് തീരുമാനിക്കുന്നത്.
ഈ ഒരു ഫോർ ലൂപ്പാണ് നമ്പർ ഓഫ് സ്റ്റാർസ് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ജെയിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഈ ഫോർ ലൂപ്പിനുള്ളിൽ കടന്നു. ഇനി നമുക്ക് ഐൻ്റെ ഫോർ ലൂപ്പ് നോക്കാം. സോ ഐൻ്റെ വാല്യൂ ഇനീഷ്യലി 1 ആണ്. ഐ ലെസ് ദാൻ ഈക്വൽ ടു ജെ ആണോ? ഐ ലെസ് ദാൻ ജെ അല്ല, ബട്ട് ഐ ഈക്വൽ ടു ജെ ആണ്. ഹെൻസ് ഈ ഒരു ഫോർ ലൂപ്പിൽ കിടക്കും. അതുകൊണ്ട് ഈ ഫോർ ലൂപ്പിനുള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഐൻ്റെ വാല്യൂ വന്നിട്ട് നമുക്ക് 2 ആയി മാറും. ഐൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഐ ലെസ് ദാൻ ഈക്വൽ ടു ജെ ആണ്. 2 ഈസ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു ജെ. ഹെൻസ് ഈ ഒരു ഫോർ ലൂപ്പ് നടക്കില്ല. എന്നിട്ട് ഒരു ലൈൻ പ്രിൻ്റ് ചെയ്യും, ഒരു ലൈൻ താഴേക്ക് പോകും. എന്നിട്ട് ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും ജെയിൻ്റെ ഫോർ ലൂപ്പ് വർക്കാം. ഇപ്പോൾ ജെയിൻ്റെ വാല്യൂ 2 ആയി. വീണ്ടും ഐൻ്റെ വാല്യൂ റീസെറ്റ്സ് ടു 1, എൻ്റെ വാല്യൂ കൺസിസ്റ്റൻ്റ്ലി 3. രണ്ടാമത്തെ ലൈനിലെത്തി. രണ്ടാമത്തെ ലൈനിൽ വീണ്ടും 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഹെൻസ് ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടക്കും. എന്നിട്ട് വീണ്ടും ഐൻ്റെ വാല്യൂ 1 ആണ്. 1 ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ? അതെ. അതുകൊണ്ട് ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞില്ല, വീണ്ടും ഈ ഫോർ ലൂപ്പ് നടക്കും. ഐൻ്റെ വാല്യൂ ഐൻ്റെ വാല്യൂ 2 ആയി മാറും. ഐൻ്റെ വാല്യൂ 2 ആയി മാറും. എന്നിട്ട് 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ആണോ നോക്കും. ജെയിൻ്റെ വാല്യൂ 2 ആണ്. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? യെസ്, ഇറ്റ്സ് ട്രൂ. ഹെൻസ് ഒരു സ്റ്റാർ കൂടിയും പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ജെയിൻ്റെ ഫോർ ലൂപ്പ് ഒരു തവണ കൂടി ഇൻക്രിമെൻ്റ് ആവും. ഐൻ്റെ ഫോർ ലൂപ്പ് ഒരു തവണ കൂടി ഇൻക്രിമെൻ്റ് ആവും. ഐൻ്റെ വാല്യൂ 3 ആയി മാറും. ഓക്കെ, ഐൻ്റെ വാല്യൂ 3 ആയി മാറിക്കഴിഞ്ഞ ശേഷം 3 ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ജെ ആണോ നോക്കും. 3 ഈസ് ഗ്രേറ്റർ ദാൻ 2. ഹെൻസ് ഈ ഫോർ ലൂപ്പ് വർക്കാവത്തില്ല. താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും, പുതിയൊരു ലൈനിലേക്ക് വരും. സിമിലർ പാറ്റേൺ ജെയിൻ്റെ വാല്യൂ എന്തായി മാറും? ജെയിൻ്റെ വാല്യൂ 3 ആയി മാറും. ഐ റീസെറ്റ്സ് ടു 1, എൻ ഈക്വൽ ടു 3. ഓക്കെ, ഇനി ഇവിടെ എത്തിയിട്ട് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ജെ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എൻ ആണോ? ലെസ് ദാൻ അല്ല, ബട്ട് ഈക്വൽ ടു എൻ ആണ്. ജെ ഈക്വൽ ടു 3, എൻ ഈക്വൽ ടു 3. ഹെൻസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ കേസിൽ ഐ ഈക്വൽ ടു 1 ആണ്. ഐ ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ? അതെ. അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. വീണ്ടും ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ ഐൻ്റെ വാല്യൂ 2 ആയി മാറും. 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ജെ ആണോ? ജെയിൻ്റെ വാല്യൂ 3 ആണ്. ജെയിൻ്റെ വാല്യൂ 3 ആണ്. 2 ലെസ് ദാൻ ഈക്വൽ ടു ജെ ആണ്. ഹെൻസ് വീണ്ടും ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. അതുപോലെ തന്നെ ഐൻ്റെ വാല്യൂ 3 ആയി മാറും. അത് കഴിഞ്ഞ് നോക്കിയാൽ 3 ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 3, ഈ കണ്ടീഷൻ. ഹെൻസ് അത് ഒരു തവണ കൂടെ വർക്കാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഐൻ്റെ വാല്യൂ 4 ആയി മാറും. 4 ഈസ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു 3. ആ കണ്ടീഷൻ ബ്രേക്ക് ആവും, പുറത്തേക്ക് വരും, ഒരു ലൈൻ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ജെയിൻ്റെ വാല്യൂ ഒരെണ്ണം ഇൻക്രിമെൻ്റ് ആവും. ജെയിൻ്റെ വാല്യൂ 4 ആവും. ജെയിൻ്റെ വാല്യൂ 4 ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ടീഷൻ തെറ്റും. ഈ കണ്ടീഷൻ തെറ്റിയതുകൊണ്ട് ഈ കംപ്ലീറ്റ് ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. സോ ലോജിക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് കരുതിയിട്ടുണ്ടാവും. സോ അതിൽ പറഞ്ഞ പോലെ ബേസിക്കലി നമുക്ക് ആദ്യത്തെ റോയിൽ ഒരു സ്റ്റാർ, രണ്ടാമത്തെ റോയിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ റോയിൽ 3 സ്റ്റാർ. സോ അതിനുവേണ്ടി റോവിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫോർ ലൂപ്പ് ഉണ്ടാക്കും. ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഈക്വൽ ടു n, ജെ പ്ലസ് പ്ലസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യുന്ന ഫോർ ലൂപ്പ് എഴുതുന്നത്. അത് ലിമിറ്റ് ചെയ്യുന്നത് ജെ ടൈംസ് ആയിരിക്കും. അതായത് ഈ ഒരു ഫോർ ലൂപ്പ് ഇൻറ്റ് ഐ ഈക്വൽ ടു 1 കൊടുക്കുക, ഐ ലെസ് ദാൻ ഈക്വൽ ടു ജെ കൊടുക്കുക. അതായത് ജെ നമ്പർ ഓഫ് ടൈംസും ആ സ്റ്റാർ പ്രിൻ്റ് ആയാൽ മതി എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ കണ്ടീഷൻ ഇടുന്നത്. ഓക്കെ, ജെ പ്ലസ് കൊടുക്കുക. സാധാ പോലെ ഇതിൻ്റെ ഉള്ളിലൊരു സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് അല്ല പ്രിൻ്റ് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക, സ്പേസ് കൊടുക്കുക. ആൻഡ് അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് സൊല്യൂഷൻ ഉള്ളത്. സോ ആദ്യം ശരിക്കും നോക്കിയാൽ ആദ്യം ജെയിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ജെയിൻ്റെ വാല്യൂ സപ്പോസ് n ഈക്വൽ ടു 3 ആണെങ്കിൽ ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ 1 ഈസ് ലെസ് ദാൻ 3, അതിനുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഐൻ്റെ വാല്യൂ 1 ആണ്, ജെയിൻ്റെ വാല്യൂ 1 ആണ്. ഐ ലെസ് ദാൻ ജെ ആണോ? അല്ല, ഐ ഈക്വൽ ടു ജെ ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു ജെ ആയതുകൊണ്ട് ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ഇറ്ററേഷനിൽ ഐൻ്റെ വാല്യൂ ഒരു ജെ ആണ് എടുക്കണത്, ജെ പ്ലസ് പ്ലസ് അല്ല, ഐ പ്ലസ് പ്ലസ് ആറുണ്ട്. അടുത്ത ഇറ്ററേഷനിൽ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയ ശേഷം ഐൻ്റെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ ഈക്വൽ ടു ജെ ആണോ? അല്ല, അത് തെറ്റും. അതുകൊണ്ട് സിസ്റ്റം ഡോട്ട് പ്രിൻ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ഈ ഫോർ ലൂപ്പിനെ പുറത്തിറങ്ങിയിട്ട് സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് പോയിട്ട് ജെയിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. ജെയിൻ്റെ വാല്യൂ 2 ആവും. അപ്പോൾ അതിൻ്റെ വാല്യൂ 1-ൽ നിന്ന് 1 നോക്കും, 2 നോക്കും, അങ്ങനെ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. വീണ്ടും ഫോർ ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്ത് പ്രിൻ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. സോ അങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ്. സോ റൺ ചെയ്ത് നോക്കാം. സോ ഓൾ കമ്പൈലേഷൻ, ഓൾ ടെസ്റ്റ് കേസസ് പാസ്ഡ് ആണ്.
നമുക്ക് പൈത്തൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. സോ പൈത്തൺ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരാം. പൈത്തൺ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോഴേക്കും ജാവയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. സോ ലോജിക്ക് സെയിം തന്നെയാണ്, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ ഭാഗത്തിലാണ് കുറച്ച് വ്യത്യാസമുള്ളത്. സിമിലർലി ജാവയിൽ എഴുതിയ പോലെ തന്നെ ഒരു ഫോർ ലൂപ്പ് ഉണ്ടാക്കുക. ഫോർ ഐ ഇൻ റേഞ്ച് എൻ. ഇവിടെ ഐൻ്റെ വാല്യൂ 0 മുതൽ n വരെയാണ്. അതായത് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഐൻ്റെ വാല്യൂസ് വിൽ ബി 0, 1 and 2. 3 വരെ പോകത്തില്ല. അതാണ് റേഞ്ച് ഫംഗ്ഷൻ്റെ പ്രത്യേകത. സോ ബേസിക്കലി ആദ്യത്തെ ഐട്രേഷനകത്ത് ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. 0 ആകുമ്പോൾ ഫസ്റ്റ് റോയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യണം? ഇതിനകത്ത് സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലേക്ക് വരുമ്പോൾ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ i+1 സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യണം. അതായത് ഐൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഫസ്റ്റ് റോ ആയിരിക്കും. ഫസ്റ്റ് റോയിൽ എത്ര സ്റ്റാർ വേണം? 0 + 1 1 സ്റ്റാർ വേണം. അതുപോലെ തന്നെ ഐൻ്റെ രണ്ടാമത്തെ ഇറ്ററേഷനിലേക്ക് ഐൻ്റെ വാല്യൂ 1 ആയി മാറും. അപ്പോൾ ഐ പോയിൻ്റ് നിന്ന് സെക്കൻഡ് റോയിലേക്കായിരിക്കും. സെക്കൻഡ് റോയിൽ നമുക്ക് എത്ര സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യണം? i+1 വിച്ച് ഇസ് 2 സ്റ്റാർസ്. സോ അത് എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കുക. സോ രണ്ടാമത്തെ ഒരു ഫോർ ലൂപ്പിൻ്റെ റോയിൻ്റെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ശേഷം നമ്മൾ സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഫോർ ലൂപ്പിനുള്ളിൽ കയറണം. വിച്ച് ഇസ് 4j ഇൻ റേഞ്ച്. ഈ ഫോർ ലൂപ്പ് എത്ര തവണ ഐട്രേറ്റ് ചെയ്യണം? 2 തവണ ഐട്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് i+1 ടൈം ഐട്രേറ്റ് ചെയ്യണം. അതാണിത്. പിന്നെ പ്രിൻറ്റ് സ്റ്റാർ ആൻഡ് എൻഡിലൊരു സ്പേസും കൊടുക്കണം. ദാറ്റ്സ് ഇറ്റ്. ഇനി ഓരോ റോ കഴിഞ്ഞിട്ടൊരു ലൈൻ വിടണം. അതിനാണ് ദാറ്റ്സ് ഇറ്റ്. ഓൾ ടെസ്റ്റ് കേസസ് റൺ. സോ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് ആദ്യം ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. 0 ആകുമ്പോൾ ഈ ജെ എന്ന ഫോർ ലൂപ്പ് 2 തവണ റൺ ചെയ്യണം. അതുകൊണ്ടാണ് i+1 കൊടുത്തേക്കണേ. അപ്പോൾ ജെൻ്റെ വാല്യൂ ആദ്യം 0 ആയിരിക്കും. i+1 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും. 0 വർക്കാവും, 1 വരെ വർക്കാവും. മനസ്സിലായെന്ന് കരുതുന്നു. ജസ്റ്റ് റൈറ്റ് ഔട്ട് യുവർ ഓൺ. ഭയങ്കര സിമ്പിൾ ലോജിക്കാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇസ് സാം ഇസ് പ്ലാന്റിംഗ് trees on the upper half region separated by the left diagonal of the square shaped field. For every value of n, print the field if the stars are represented by a star. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന്. സോ ഇൻപുട്ട് n ആണെങ്കിൽ 3 റോസ് വേണം. 3 റോസിനകത്ത് ആദ്യത്തെ റോയിൽ 3 സ്റ്റാർ, രണ്ടാമത്തെ റോയിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ റോയിൽ 1 സ്റ്റാർ. സോ ഇതിൽ പ്രത്യേകിച്ച് മറ്റേ ക്വസ്റ്റ്യനിൽ നിന്ന് വലിയൊരു വ്യത്യാസമില്ല. ചെറിയൊരു കാര്യം വ്യത്യാസം വരുത്തിയാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. സോ ലോജിക് പാർട്ടിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ഇറ്ററേഷനിൽ 1. അപ്പോൾ നമുക്ക് എന്താണ് ആഡ് ചെയ്യാൻ പറ്റുന്നത് സച്ച് ദാറ്റ് ദിസ് റെഡ്യൂസസ് ദ വാല്യൂ? ശരിക്കും ആലോചിച്ചൊക്കെ മനസ്സിലാവും. നമുക്ക് ഈ ജെ വാല്യൂവിനെ ഈ എന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും അല്ലേ? സോ അത് നമ്മൾ മാത്രം ഇവിടെ ചെയ്താൽ മതി. ഈ സംഭവം ഇവിടെ പ്ലഗ് ഇൻ ചെയ്യുക. സോ ഫൈനലി ദ കോഡ് ബിക്കംസ് ഫോർ ഇൻറ്റ് j = 1, j <= n, j++, and for int I = 1, I <= n minus j. Okay, and I++. Now ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ബട്ട് ലെറ്റ്സ് ചെക്ക്. ഓക്കെ, പ്രിൻറ്റ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ? 3. ഓക്കെ, ഇനീഷ്യലി ജെൻ്റെ വാല്യൂ 1, ഐൻ്റെ വാല്യൂ 1 അല്ലേ? അപ്പോൾ നോക്ക്, ആദ്യത്തെ റോയിൽ നമുക്ക് 3 സ്റ്റാർ വേണം. അപ്പോൾ ജെൻ്റെ വാല്യൂ 1 ആണ്. j <= n ആണോ? അതെ. സോ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടക്കും. സോ ആദ്യത്തെ റോ ആകുമ്പോൾ നമുക്ക് ഈ ഫോർ ലൂപ്പ് എത്ര വരെ പോകണം? ഈ ഫോർ ലൂപ്പ് ബേസിക്കലി ഈ ഫൈനൽ വാല്യൂ നമുക്ക് ഫസ്റ്റ് റോയിൽ എത്ര വരണം? 3 വരണം. എന്നാലാണ് ശരിയാകത്തുള്ളൂ. നമ്മൾ ഈ ഒരു കേസിൽ നോക്കിയ പോലെ ഇവിടെ n = 3 ആണെങ്കിൽ 3 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ റോയിൽ ഈ ഒരു n - j 3 ആവുന്നുണ്ടോ നമ്മൾ നോക്കണം. അത് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. ജെൻ്റെ വാല്യൂ 1 ആണെന്ന് നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ ഐൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ n - j ഇസ് ബേസിക്കലി 3 മൈനസ് ജെൻ്റെ വാല്യൂ 1, 2 ആണ് വരുന്നത്. പക്ഷെ നമുക്കിവിടെ എഫക്റ്റീവ്ലി എന്താ വരേണ്ടത്? 3 ആണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു +1 ആഡ് ചെയ്യും. ഓക്കെ, ഈ ഫ്ലാഷ് ലൈറ്റ് ഇടയ്ക്ക് കട്ടായുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല, ബട്ട് കാര്യമാക്കണ്ട. സോ ബേസിക്കലി നമ്മൾ n - j +1 ഇട്ടാലാണ് നമ്മുടെ കോഡ് കറക്റ്റായി വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഇനീഷ്യലി ജെൻ്റെ വാല്യൂ 1, ഐൻ്റെ വാല്യൂ 1 ആയി മാറി. I <= n - j +1 ആണെന്ന്.
n minus j plus 1 is basically 3 minus 1 which is 2. 2 plus 1 is 3. അപ്പോൾ എഫക്റ്റീവ് വാല്യൂ 3 ആയി മാറി. അതുകൊണ്ട് ആദ്യത്തെ റോയിൽ 3 സ്റ്റാർ പ്രിൻ്റ് ആവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഐൻ്റെ വാല്യൂ 1 ആവും. ഐ ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ? അതെ ആണ്. അതുകൊണ്ട് ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. രണ്ടാമത്തെ ഐട്രേഷൻ ഐൻ്റെ വാല്യൂ കൂടും, വീണ്ടും ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. മൂന്നാമത്തെ ഐട്രേഷനിൽ ഐൻ്റെ വാല്യൂ കൂടും, വീണ്ടും ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. അടുത്ത ഐട്രേഷനിൽ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഈ കണ്ടീഷൻ തെറ്റും, ഫോർ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇടും. എന്നിട്ട് ജെയിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ജെയിൻ്റെ വാല്യൂ ഇപ്പോൾ ഓക്കെ ഇത് എഴുതി കാണിച്ചില്ല. ജെയിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആയി. ജെയിൻ്റെ വാല്യൂ 2 ആയി. ഐൻ്റെ വാല്യൂ 1 ആണ്, എന്നിൻ്റെ വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോയിലായി നമ്മളിപ്പോൾ. സെക്കൻഡ് റോയിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആവും. അതായത് ജെ ഈക്വൽ ടു 2 ആണ്, 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ? അതെ കറക്റ്റാണ്. അതുകൊണ്ട് ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടക്കും. ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഐൻ്റെ വാല്യൂ 1 ആണ്. ഐ ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് ജെ പ്ലസ് 1. അതെന്തായിരിക്കും? n മൈനസ് ജെ പ്ലസ് 1 ഇസ് ബേസിക്കലി വാട്ട്? 3 മൈനസ് 2 വിച്ച് ഇസ് 1, 1 പ്ലസ് 1 അഗെയിൻ വിച്ച് ഇസ് 2. അപ്പോൾ ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ നോക്കും. ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ? അതെ, ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 2 ആയതുകൊണ്ട് ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. അടുത്ത ഇറ്ററേഷനിൽ ഐൻ്റെ വാല്യൂ 2 ആയി മാറും. 2 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ? ലെസ് ദാൻ അല്ല, ബട്ട് ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് ഒരു സ്റ്റാർ പ്രിൻ്റ് ആവും. ഇനി അടുത്തത് ഐൻ്റെ വാല്യൂ 3 ആവും. 3 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ? അല്ല. അപ്പോൾ ഈ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇതിൻ്റെ താഴത്തെ ലൈനിലേക്ക് വരും. എന്നിട്ട് എന്താ സംഭവിക്കണേ? ഇപ്പോൾ ജെയിൻ്റെ വാല്യൂ 3 ആണ്, ഐൻ്റെ വാല്യൂ 1 ആണ്, എന്നിൻ്റെ വാല്യൂ 3 ആണ്. n മൈനസ് ജെ പ്ലസ് 1ൻ്റെ വാല്യൂ എന്താ? 3 മൈനസ് 3 ഇസ് 0, 0 പ്ലസ് 1 ഇസ് 1. സോ ഹെൻസ് ഈ ഒരു ഫോർ ലൂപ്പ് ഒരു തവണ കൂടെ വർക്ക് ആകത്തുള്ളൂ. സോ അതാണ് ഇതിൻ്റെ ബേസിക് ലോജിക്. നമുക്ക് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കിടക്കാം. ഇംപ്ലിമെൻറ്റേഷൻ ഭാഗത്ത് ഞാൻ കുറച്ച് വേറെ രീതി പറഞ്ഞു തരാം. സെയിം സാധനം വേറെ ഒരു വാല്യൂസ് ഒക്കെ ഇട്ട് വർക്കാവും. സോ അതുകൊണ്ട് കാണിച്ചു. സോ ദാറ്റ് ഇറ്റ്. സോ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ ബേസിക്കലി ഒന്നും ചെയ്യാനില്ല. നമ്മുടെ നേരത്തെ പ്രോബ്ലം തന്നെ സിമിലർ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ആ ഒരു കാര്യം മാത്രം മാറ്റിയാൽ മതി. അതായത് നമ്മൾ നമ്പർ ഓഫ് സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ നമ്പർ ഓഫ് സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യണമെന്നാണ്. ഐ നമ്പർ ഓഫ് സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം n മൈനസ് ഐ സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്താൽ മതി. അതായിരിക്കും ഇതിൻ്റെ ലോജിക്ക് വരുന്നത്. ഐ നമ്പർ ഓഫ് സ്റ്റാർസ് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആദ്യത്തെ റോ ആണെങ്കിൽ ഐ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ 1 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. ഇവിടെ ആദ്യത്തെ റോ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ n മൈനസ് ഐ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 മൈനസ് ഐ ഈസ് ബേസിക്കലി 2. സോ 0 to 2 മുതലുള്ള സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരു ആൾട്ടർനേഷൻ പറയാനായിട്ട് n മൈനസ് ഐ പ്ലസ് 1 കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ ബേസിക്കലി കോഡ് എഴുതുവാണെങ്കിൽ ഇങ്ങനെയാണ്. ആദ്യം ഒരു ഫോർ ലൂപ്പ് ഉണ്ടാക്കുക. അത് സാധാ ഫോർ ലൂപ്പ്. എൻ്റെ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഈക്വൽ ടു n, ഈക്വൽ ടു n, ഐ പ്ലസ് പ്ലസ്. സോ ഇത് റോവിൻ്റെ ഫോർ ലൂപ്പായി മാറി. ഇനി സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്ന ഫോർ ലൂപ്പിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻറ്റ് ജെ ഈക്വൽ ടു 1 തന്നെ കിടത്തോട്ടെ. ജെ ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ എന്ത് വാല്യൂ വരണം അതായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് സ്റ്റാർസ് ഡിറ്റർമൈൻ ചെയ്യണേ. ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് റോ എടുത്തെന്ന് വെച്ചാൽ ഫസ്റ്റ് റോവിനകത്ത് 3 ഉണ്ട്. ഓക്കെ, 3 സ്റ്റാർസാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വാല്യൂ വരണം സച്ച് ദാറ്റ് 3 സ്റ്റാർസ് പ്രിൻ്റ് ആവും. സോ ബേസിക്കലി ഇവിടെ 1 ആണ്. സോ ഫസ്റ്റ് റോയിൽ എത്ര സ്റ്റാർസ് വരണം? 3 വരണം. അപ്പോൾ ഈ കണ്ടീഷൻ ബേസിക്കലി ഇവിടെ 3 വരണം ബേസിക്കലി, എന്നാലാണ് ഇത് വർക്ക് ആവത്തുള്ളൂ. നമ്മുടെ എന്നിൻ്റെ വാല്യൂ 3 ആണ്, ഐൻ്റെ വാല്യൂ 1 ആണ്. സോ n മൈനസ് ഐ. അപ്പോൾ ആദ്യത്തെ ഇറ്ററേഷനിൽ n ഇസ് 3, ഐൻ്റെ വാല്യൂ 1 ആണ്. സോ 3 മൈനസ് 1 ഇസ് 2. പക്ഷെ നമുക്ക് ഈ ഹോൾ വാല്യൂ 3 വരണം. അതുകൊണ്ട് നമ്മളൊരു +1 കൊടുക്കണം. മനസ്സിലായോ? അത് ബേസിക്കലി ഈ ഒരു ഇക്വേഷൻ ബേസിക്കലി നമുക്ക് 3 വരുത്തും. ബിക്കോസ് എന്നിൻ്റെ വാല്യൂ സപ്പോസ് 3 ആണെങ്കിൽ, ഐൻ്റെ വാല്യൂ 1 ആണെങ്കിൽ n മൈനസ് ഐ ഇസ് 2. ഓക്കെ, പക്ഷെ നമുക്കിവിടെ 3 വന്നാലാണ് ആദ്യത്തെ റോയിൽ 3 സ്റ്റാർ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടൊരു +1 ഇടുന്നു. മനസ്സിലായെന്ന് കരുതുന്നു. സോ ജെ പ്ലസ് പ്ലസ് കൊടുക്കുക. ഇത് സിമിലർ ടു earlier question. System dot out print and ഒരു സ്റ്റാർ എടുത്തിട്ട് സ്പേസ് കൊടുക്കണം. ഓക്കെ, സ്റ്റാർ എടുത്തിട്ട് സ്പേസ് കൊടുക്കണം. എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ്. ഓക്കെ, അഗെയിൻ ഒരു സെമിക്കോളൻ ഞാൻ മാറും. അത് വർക്കായി. ഇനിയൊരു വേറൊരു ലോജിക് ഉണ്ട്. ബട്ട് വേറൊരു ലോജിക് ഇസ് ബേസിക്കലി നമുക്കിത് 0യിൽ നിന്ന് തുടങ്ങാം. 0യിൽ നിന്ന് തുടങ്ങുമ്പോൾ
ഇത് n വരെ പോയാൽ മതി, അതായത് 0 to n വരെ. അപ്പോൾ 0, 1, 2 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ജെൻ്റെ വാല്യൂ അതുപോലെ തന്നെ. ജെൻ്റെ വാല്യൂ വേണമെങ്കിൽ 1 എന്ന് തുടങ്ങിയാൽ എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ ഹോൾ വാല്യൂ 3 വന്നം. അപ്പോൾ ആദ്യത്തെ ഐട്രേഷനകത്ത് ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആയിരിക്കും. അപ്പോൾ 3 - 0 + 1 അത് 4 വരെ പോകും. അപ്പോൾ ഇത് തരും. അപ്പോൾ ഈ +1 വേണ്ട നമുക്ക്. ആ കേസിൽ +1 വേണ്ട. എന്തുകൊണ്ടെന്ന് മനസ്സിലായോ? എന്നുവെച്ചാൽ എന്നിൻ്റെ വാല്യൂ ആദ്യം 3 ആയിരിക്കും, ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ 3 - 1 ഈസ് ബേസിക്കലി 3 itself. 3 - 0 ഈസ് ബേസിക്കലി 3 itself. സോ ഈ കണ്ടീഷൻ കംപ്ലീറ്റ് റെഡിയാവും. ഇനി അഥവാ നമ്മൾ ഇവിടെ 0 ആക്കുവാണെങ്കിൽ വീണ്ടും ഇവിടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. 0 ആക്കുകയാണെങ്കിൽ ഇത് എവിടം വരെ പോകണം? 0 ആക്കുകയാണെങ്കിൽ ഈ ഹോൾ വാല്യൂ 2 വരെ പോകണം. 2 വരെ പോകണം. അപ്പോൾ ഈ ഒരു സംഭവം എടുത്ത് കളഞ്ഞാൽ മതി. ഈ ഒരു സംഭവം എടുത്ത് കളയുമ്പോൾ 3 ആവും. എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ J <3 വരും, ഈക്വൽ ടു വരത്തില്ല. അങ്ങനെ കുറേ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. സപ്പോസ് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കംപ്ലീറ്റ് വർക്കാവും. കണ്ടോ, ടെസ്റ്റ് കേസൊക്കെ വർക്കാവും. ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവുമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഈ പ്രോബ്ലത്തിൻ്റെ. Now let's head to the Python solution. So the Python solution is basically ആദ്യം ഒരു ഫോർ ലൂപ്പ് ഉണ്ടാക്കുക for I in range of n. സോ ഇത് ബേസിക്കലി ഇവിടെ ഐൻ്റെ വാല്യൂ 0, 1, ഇപ്പോൾ n = 3 ആണെങ്കിൽ 0, 1, 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ ജാവയിലെ കേസിൽ പറഞ്ഞ പോലെ ഫോർ ജെ ലൂപ്പ് വരുന്നത് ഫോർ ജെ ഇൻ റേഞ്ച് ഓഫ് എന്തായിരിക്കും ഇവിടെ? അപ്പോൾ ഐൻ്റെ വാല്യൂ 0, 1, 2 ആണെങ്കിൽ ജെയിൻ്റെ വാല്യൂ അത്രയും തന്നെ പോകണം. 3 ഐട്രേഷൻ തന്നെ കറങ്ങണം. സോ 3 ഐട്രേഷൻ കറങ്ങണമെങ്കിൽ തന്നെ n - i ആയിരിക്കും. ആദ്യം ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും, എന്നിൻ്റെ വാല്യൂ 3 ആയിരിക്കും. അപ്പോൾ ഇത് ഈ n - i ഈക്വേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഐട്രേഷനിൽ വരുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ n - i is 3 - 0. സോ j in range of 3 എന്ന് വരും. അപ്പോൾ ജെയിൻ്റെ വാല്യൂ 0, 1, 2 ആയി മാറും. മനസ്സിലായോ? സോ ഇവിടെ പിന്നെ സാധാ പോലെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇടുക, ഒരു സ്റ്റാർ കൊടുക്കുക, എന്നിട്ട് n = സ്പേസ് കൂടെ കൊടുക്കുക, എന്നിട്ട് ഓക്കെ. സോ ഓൾ ടെസ്റ്റ് കേസസ് റൺ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ഇപ്പോൾ 2 പാറ്റേണുകൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കുറച്ച് കൂടിയും പ്രോബ്ലംസ് പ്രാക്ടീസിനായിട്ട് ഇട്ടേക്കാം. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. അത് തന്നെ ചെയ്യാൻ നോക്ക്. ഭയങ്കര എളുപ്പമാണ്. സിമിലർ രീതിയിൽ ഈ പ്രോബ്ലത്തിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്ക്. സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലിവ് ഇൻ ദ കമൻറ്റ്സ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.